നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. മറ്റുള്ളത് ആകർഷിപ്പിക്കാൻ വേണ്ടി എന്തിനും കല്ലിക്കട മെഡിസിനൊക്കെ വെച്ചിട്ട് ഓരോരുത്തരെ ഇതാക്കുന്നല്ലേ, അതൊക്കെ പണത്തിൻ്റെ മനസ്സിലായ? അതൊക്കെ പണമുള്ളവർക്ക് എന്നത് പണത്തിന് കാണിക്കുന്നതാണ്. അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും മെഡിസിൻ്റെ പുറത്തായി ഗ്ലാമർ. പണമുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പണമാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ഇതേപോലെ ചെയ്യും. നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി നമ്മൾ ഒരു അമ്മയുടെ നിന്ന് വയറ്റിൽ നിന്ന് വളരുമ്പോൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഓരോ ശരീരപ്രകൃതി ഉണ്ട്, നമ്മുടെ ഓരോ ശരീര വളർച്ച, അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഒരു കെമിക്കലും ചേർത്ത് ഇഞ്ചക്ഷൻ കുത്തിവെക്കുക അല്ലെങ്കിൽ അതൊന്നുമില്ല. നമ്മുടെ വളർച്ച ഇങ്ങനെ വളർന്ന് ഒരു 12 വയസ്സായപ്പോൾ നമുക്ക് പ്രായപൂർത്തിയാവും. അത് ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും പെണ്ണായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീര അവയവങ്ങൾ ഏകദേശം 1 മാസം 2 മാസം 3 മാസം ഓരോ ദിവസം ചെന്നും വലിയ കൂടിയും ഒക്കെ ആയി വരും. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമുക്കില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ള ആളെ ആകർഷിക്കാൻ വേണ്ടി ഉള്ള പൂറ്റിലും പൂറിലും സാമാനത്തിലും കുണ്ടിമേയും വായയിലും മൂക്കിലും ചുണ്ടിലും മുലയമൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് എന്താ കാര്യം? കുറെ കല്ല് പോലെ നിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ദൈവം നമ്മൾ എന്തിനാ ഇതാക്കിയേക്കണം? ദൈവം തന്ന ശരീരം നമ്മുടെ വളർത്ത, അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായ? എനിക്കൊക്കെ അത്യാവശ്യമുണ്ട്. ഇതൊന്നും ഒന്നുമല്ല. ഞാൻ അയച്ചിട്ട് തന്നെ ഇത്ര ഉണ്ടാവും സാധനം. മനസ്സിലായോ? ഇത് കാണാൻ വേണ്ടി പോകുന്ന പൂറന്മാരും എത്ര ഏച്ച് കിട്ടിയാലും നാച്ചുറൽ ആവില്ല. അത്രയേ ഉള്ളൂ. എല്ലാം ഇഞ്ചക്ഷനെ പുറത്ത് നടക്കുന്നതാണ് എൻ്റെ അവിനീസിക്ക. ഉള്ളത് പറയാലോ, എനിക്ക് വലുത് ഇഷ്ടമില്ല. ലുട്ടാപ്പിക്ക് ഇഷ്ടമല്ല, ചെറുതാ ഇഷ്ടം. അത് സംബന്ധിച്ച് പാറുമൊക്കെ ഡീസൻ്റ് ആട്ടോ. പാറു ഒന്നും മറ്റുള്ളവരെ പോലെ ഇഞ്ചക്ഷൻ വെക്കില്ല. അവളൊന്നും അങ്ങനെ പൈസ ഒന്നും ചിലവാക്കില്ല. അവളുടെ ആവശ്യങ്ങൾക്ക് നടത്തുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ നമ്മളെ സ്നേഹിത പുരുഷന്മാർ, നമ്മളെ ഭർത്താവ്, അവർക്ക് മാത്രം ചിന്തിച്ചാൽ പറയാം. കണ്ണിക്കണ്ട ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്ന പുരുഷന്മാർ നമ്മുടെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവന്മാർക്ക് അത് ഇഷ്ടമാണ് അല്ലേ? പിന്നെ ചില ആൾക്കാർ എന്താ പറയുക, പാടൊക്കെ കിട്ടുമായിരിക്കില്ലേ, വലിയ കപ്പപ്രായം ഉണ്ടാവും, നല്ല ഉരുണ്ട കപ്പപ്ര. അതായത് കപ്പപ്ര ഉള്ളിൽ പിടിക്കുമ്പോൾ നല്ല കട്ടി കാണും. അത് വലിയ സ്പോഞ്ച് തിരികെ വെച്ച കപ്പപ്രായം ഉണ്ടാവും. അതിങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ വലുതാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് കോട്ടനാണ്. ഇത് കണ്ടല്ലോ, ഇതെല്ലാം കോട്ടനാണ്. കണ്ടോ? ഇതൊരു കപ്പുവലോ ഒന്നുമല്ല. ഓക്കെ. ഈ കപ്പ് പ്രായം ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും, ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഭയങ്കര നെഞ്ചൊക്കെ ഇങ്ങനെ നെഞ്ച് തടിച്ച് നിൽക്കും. ഇവിടെയൊക്കെ നല്ല ഉരുണ്ടിരിക്കും. ഇപ്പം എൻ്റെ കണ്ട നാച്ചുറൽ, എൻ്റേത് പറഞ്ഞാൽ കോട്ടനാണ്. ഞാൻ കപ്പ് ഉപയോഗിക്കാറില്ല, കാരണം എനിക്ക് ഓൾറെഡി ഒരുപാടുണ്ട്. ഇനി കപ്പ് കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, മുഖം ഇങ്ങനെ ഇരിക്കും, സാമാനം ഇങ്ങനെ തള്ളി നിൽക്കും. എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നോർമൽ ഇടുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടോ. അപ്പോൾ എൻ്റെ കണ്ടോ, എൻ്റെ ഇങ്ങനെ കുത്തനെ നിൽക്കും. എനിക്കതാ ഇഷ്ടം. ഇത് കണ്ടോ, നെഞ്ചൊക്കെ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എനിക്കിതാ ഇഷ്ടം. ഈ കപ്പ് പ്രായം ഇടുമ്പോൾ ഈ നെഞ്ചുഭാഗം ഇങ്ങനെ തള്ളി നിൽക്കും, മുലയും തള്ളി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഉരുണ്ടിരിക്കും. എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് കപ്പ് പ്രായം ഇഷ്ടമാണ്? സത്യം. കപ്പ് പ്രായം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഈ നെഞ്ചുഭാഗം ഉണ്ടല്ലോ, ഈ നെഞ്ചുഭാഗം ഇവിടേക്ക് ഇങ്ങനെ തടിച്ച് നിൽക്കും, ഇങ്ങനെ ഉരുണ്ടിരിക്കും. എനിക്കത് ഇഷ്ടമല്ല.